ഡിഫറൻസിയേഷൻ എന്നുള്ള ഭാഗത്തിലെ 5 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം y = √x ആണ്. അപ്പൊ √x കൊണ്ട് മീൻ ചെയ്യുന്നത് x⁻² ആണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് y' = d/dx of x⁻² എന്നാണ് അർത്ഥം. ഇനി x⁻² എങ്ങനെ ഡെറിവേറ്റീവ് ചെയ്യും? d/dx of x⁻n n into x⁻n-1 എന്നാണ് സ്റ്റാൻഡേർഡ് ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ n 1/2 ആണ്, x⁻n-1 n-ന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? 1/2 ആണ്. ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു x⁻². ഹാഫിൽ നിന്ന് 1 പോയി കഴിഞ്ഞാല് എത്ര കിട്ടും? ഹാഫ് കിട്ടും. ഇനി വലിയ നമ്പറിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഓപ്പറേഷൻസ് അറിയില്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻²1/2 ആണ്. അപ്പോ എക്സിന്റെ മേലെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ റൂട്ട് എവിടെ പോവും? ഡിനോമിനേറ്ററിൽ വേണം എഴുതാൻ. സോ √xന്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. Then question number 2, 1/√x ആണ്. So y = 1/√x ആണ്. 1/√x എങ്ങനെ എഴുതാം? 1/x⁻². റൂട്ടിനെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു? 1/2 ആണ് പറഞ്ഞിട്ട് എഴുതാ പറഞ്ഞു. ഇതിന് വിച്ച് ഈസ് ഈക്വൽ ടു x⁻⁻1/2 ആക്കിയിട്ട് മാറ്റാം. ഡിനോമിനേറ്ററിലാണ് 1/2 എങ്കിൽ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അതെന്താവും? -1/2 ആവും. Then dy/dx = d/dx of x⁻⁻1/2 ആയി മാറി. ഇനി x⁻⁻1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് d/dx of x⁻n എന്താ ഫോർമുല? n into x⁻n-1 ഫോർമുല. അപ്പൊ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്ക്? n-ന്റെ പ്ലേസിൽ -1/2 ആണ്, അത് ഓർമ്മ വേണം. -1/2 into x⁻⁻1/2 -1 which is equal to -1/2 into x⁻⁻1/2 -1. അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? -1 -2 the whole divided by 2. ഈ 2നെ 1ന്റെ കൂടെ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു 1 into 2. സോ -1 -2 എന്ത് കിട്ടും? -3/2. ഇനി നെഗറ്റീവ് ആണ് എക്സിന്റെ പവർ എങ്കിൽ എന്തെന്ന് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു? ഡിനോമിനേറ്ററിൽ അത് കൊണ്ടുവരാം. അപ്പോ x⁻ എന്തായി മാറി? 3/2 ആയി മാറി. ഇനി തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പില് ഇവിടെ ഈ സ്റ്റെപ്പോടുകൂടെ നിങ്ങൾ അവസാനിപ്പിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ y = 1/x. ഇനി 1/x എങ്ങനെ എഴുതാം? എക്സിന്റെ മേലെ പവർ എത്രയുണ്ട്? 1 ഉണ്ട്. എക്സിന്റെ പവർ 1 ആണ്, അതാണ് ഈ 1/x. അപ്പൊ ഇനി ഡിനോമിനേറ്ററിലാണ് എക്സ് എങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു? x⁻⁻1 ആയിട്ട് എഴുതാം. സോ d/dx of y = dy/dx = d/dx of x⁻⁻1 ആണ്. അപ്പൊ ഇനി ഇതിനെ എങ്ങനെ ഡെറിവേറ്റീവ് ചെയ്യും? സെയിം ഫോർമുല n into x⁻n-1 which is equal to -1 into x⁻⁻1 -1 എന്ത് കിട്ടും? -2 which is equal to -1 into x എന്താണ്? x തന്നെയാണ്, ഈക്വൽ ടു x⁻⁻2 ആണ്, which is equal to -1/x² ആണ്. തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പോട് കൂടെ നിർത്തുക കേട്ടോ. ഇത് നോക്ക്, x⁻⁻2 -2 ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു? ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാം. കൊണ്ടുവരുമ്പോ നെഗറ്റീവ് പോയിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താക്കി വെക്കും? നമ്മൾ പോസിറ്റീവ്. തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പോട് കൂടി നിങ്ങൾ അവസാനിപ്പിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ y = x-2 the whole square. സോ വിച്ച് ഈസ് ഈക്വൽ ടു x-2 whole square ഏത് ഫോമിലാണ് നോക്ക്? a-b whole square ഫോം ആണ്. a - b whole square നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും?
എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതുപോലെ എന്റെ പ്ലേസിൽ എക്സ് ആണ്, ബിന്റെ പ്ലേസിൽ 2 ആണ്. ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്യണു. അപ്പൊ എന്തായി മാറും നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2, ബിന്റെ വാല്യൂ 2 ആണ്, പ്ലസ് 2 സ്ക്വയർ which is equal to x square minus 4x plus 4. ഇനി എന്ത് ചെയ്യാ, x minus 2 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തപ്പോ x സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ആണെന്ന് കിട്ടി. ഇനി ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാ, ഒന്നുകിൽ y ഡാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ dy ബൈ dx എന്ന് എഴുതാം, അല്ലെങ്കിൽ f of x എന്ന് എഴുതാം. ഈ പറഞ്ഞതാണ്. ഒന്നുകിൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ dy ബൈ dx ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ വൈ ഡാഷ്, ഏത് സിമ്പിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ വൈ ഡാഷ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. അതായത് ഇതിന് ഡി ബൈ ഡി എക്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്നാണെന്ന് എഴുതി കൊടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇതിന് സ്പ്ലിറ്റ് ചെയ്യണം ഞാന്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4. അതായത് ഈ റൂൾ, ഈ നെഗറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവും പോസിറ്റീവ് ഉള്ളിടത്ത് പോസിറ്റീവും വെച്ചിട്ട് ഡി ബൈ ഡി എക്സിന് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നു. യെസ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇവിടെ n-ന്റെ പ്ലേസിൽ 2 ആണ്, മൈനസ് ഇവിടെ 4 കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ 4നെ പിടിച്ച് വെളിയിലിട്ടു കേട്ടോ, 4നെ എടുത്ത് വെളിയിലിട്ടു. 4നെ എടുത്ത് വെളിയിലിട്ടപ്പോ പിന്നെ ആരേ ഉള്ളൂ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സേ ഉള്ളൂ. 4നെ വെളിയിലെടുത്തപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്, 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 4, 4ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 വിത്ത് റെസ്പെക്ട് ടു എക്സിലെ ഡെറിവേറ്റീവ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ, 1 മൈനസ് 4. അപ്പൊ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഡെറിവേറ്റീവ് 2x മൈനസ് 4 ആണ്. Then fifth question, x plus 4 whole square ഡിഫറൻഷിയേഷൻ ചെയ്യണം. സോ y ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആക്കി എഴുതി. ഇനി നോക്ക്, ഇത് ഏത് ഫോർമുല, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഏത് ഐഡന്റിറ്റിയിൽ വരും നോക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വെച്ചിട്ട് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4, ബിന്റെ പ്ലേസിൽ 4 ആണ്, പ്ലസ് 4ന്റെ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16, 2 ഇൻറ്റു എക്സ് 2x ഇൻറ്റു 4, അപ്പൊ 8x, 4ന്റെ സ്ക്വയർ എത്രയാ, 16. ഇനി എന്ത് ചെയ്യാം, y ഡാഷ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 ആണെന്ന് എഴുതി കൊടുത്തു. ഇനി ഡി ബൈ ഡി എക്സ് എല്ലാത്തിനും എല്ലാ ടേംസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായി മാറും, ഡി ബൈ ഡി എക്സ് ഓഫ്, നോക്കൂ ഈ ടേം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 8x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 16. എന്താ ചെയ്തത്, ഡി ബൈ ഡി എക്സിനെ ഓരോ ടേമിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്, എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്തെന്നാ പഠിച്ചത്, n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പൊ എന്നിന്റെ പ്ലേസിൽ 2 ട്ടോ, 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 8x, 8xന്റെ ഡെറിവേറ്റീവ് ആണ്, 8 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 8നെ പിടിച്ച് വെളിയിലിട്ടു. പിന്നെ അറിയുള്ളൂ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ, 1 പ്ലസ് 16ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 0 ആണെന്ന് കിട്ടും.
which is equal to 2 into x raised to 2 minus 1 എന്ന് പറഞ്ഞാല് 1 plus 8. So x plus 4 whole square derivative 2x plus 8 ആണ്. Then അടുത്തൊരു question, y equal to x square into 1 plus x cube. ഇതിനെങ്ങനെ ചെയ്യും? x square കൊണ്ട് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന നോക്കുക, x square into 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x square നെ കിട്ടും. x square into x cube എന്താവും? x raised to 5 ആവും. അതായത് a raised to m into a raised to n equal to a raised to m plus n എന്നുള്ളൊരു ലോ ഉണ്ട്. ആ ലോ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ്പോണൻഷ്യൽ ലോസ് ആ ലോ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കുക, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു 3 ഈക്വൽ ടു എക്സ് റേസ് ടു 2 പ്ലസ് 3 ആണ്. അങ്ങനെയാണ് എക്സ് റേസ് ടു 5 ആണെന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. Then y dash equal to d by dx of x square plus x raised to 5. അതായത് x square into 1 plus x cube ന് ഡെറിവേറ്റീവ് ചെയ്യുന്നതും ഈ ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് ചെയ്യുന്നതും സെയിം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു d by dx of x square plus d by dx of x raised to 5 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പൊ എന്നിന്റെ പ്ലേസിൽ ഇവിടെ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 പ്ലസ് ഇവിടെ എക്സിന്റെ പ്ലേസിൽ ആരാണ്? 5 ആണ്. അപ്പൊ 5 ഇൻറ്റു എക്സ് റേസ് ടു 5 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2x 2 മൈനസ് 1 എന്ന് പറഞ്ഞാല് 1 തന്നെയാണ്. പ്ലസ് 5 ഇൻറ്റു എക്സ് റേസ് ടു 5 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 4. സോ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 5 ഇൻറ്റു എക്സ് റേസ് ടു 4 ആണ്. ഇപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസുകൾ ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങളത് ബേസിക് ഐഡിയ വെച്ചിട്ട് ചെയ്തു നോക്കുക. കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. If you like the video, please subscribe and press the bell icon.